കൊന്നിച്ചോ മിന്നസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ബോറുട്ടോ 2 ബ്ലൂ വോർട്ടെക്സിന്റെ ചാപ്റ്റർ 19 മുതൽ 23 വരെയുള്ള എക്സ്പ്ലനേഷൻ ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ വീഡിയോ അല്ല, പകരം ചാപ്റ്റർ 19 മുതൽ 23 വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻറ്റും ഏറ്റവും സ്റ്റോറിക്ക് അനുയോജ്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മളുടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇനി ചാപ്റ്റർ 24 ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഓൾറെഡി ഇത്ര നാൾ ചെയ്ത പോലെ ഡീറ്റെയിൽ ഉള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെ ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് നമ്മുടെ അരായനെയും അതേപോലെ ഷീക്കിനാണ് കാണിക്കുന്നത്. ഷീക്കിയാണ് ഈ ഒരു സെറ്റപ്പ് റെഡിയാക്കി കൊടുത്തത്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ചാക്ര ആ ഒരു ബ്ലേഡിൽ ഇൻഫ്യൂസ് ചെയ്താണ് നമ്മുടെ അരയൊക്കെ കൊടുക്കുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെ രക്ഷിക്കാനായിട്ട് അവൻ നന്നായിട്ട് തന്നെ അറിയായിരുന്നു അവൻ്റെ അച്ഛനാണ് അവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മൾ പ്രസന്റ് ടൈമിലേക്ക് വന്നിട്ടുണ്ട്. അവർ 4 പേരും റിയോ ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. റിയോ ആയിട്ട് അപ്പം തന്നെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആര്യയുടെ കയ്യിലുള്ള ആ ഒരു ബ്ലേഡ് ഉള്ള കാരണം തന്നെ അവരെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ ഒരു ടൈം കിട്ടിയപ്പോൾ നമ്മുടെ സാധ്യതയായിട്ട് റിയോനെ ഒരു അറ്റാക്ക് ചെയ്യും. ആ ഒരു അറ്റാക്ക് പുള്ളിക്കാരൻ ഡോഡ് ചെയ്ത് മാറുന്ന ടൈമിൽ തന്നെ ബാക്കിൽ കൂടെ നമ്മുടെ മിറ്റ്സുക്കി വന്ന് അവനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. സോ ഒന്ന് അനങ്ങാൻ പോലും പറ്റിയല്ല. റിയോനെ പിടിച്ചെന്ന് വിചാരിച്ച ആ ഒരു സെക്കൻഡിൽ തന്നെ പുള്ളിക്കാരൻ അവിടുന്ന് പൊടിഞ്ഞു മുടിഞ്ഞ് ഇല്ലാണ്ടാകുവാണ്. അങ്ങനെ പുള്ളി ഇപ്പോൾ എവിടെയെന്ന് അവർക്ക് ആർക്കും തന്നെ അറിയാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് ആര്യയുടെ ആ ഒരു ബ്ലേഡ് കൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ അവനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. മിറ്റ്സുക്കി പെട്ടെന്ന് തന്നെ അവനെ വീണ്ടും അവൻ്റെ പാമ്പിനെ യൂസ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി നമ്മുടെ സാർദായിട്ട് പുള്ളിക്കാരുടെ ചിഡോറി യൂസ് ചെയ്ത് അവൻ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇനി അവിടെ നിന്നാൽ നല്ല ബുദ്ധിയല്ലെന്ന് മനസ്സിലായ നമ്മുടെ റിയോ ആയിട്ട് അവിടെ നിന്ന് വീണ്ടും രക്ഷപ്പെടുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാറ്റ്സൂരിനെ അതുപോലെ കൊണോഹമറാണ്. പുള്ളിക്കാരുടെ കൊണോഹമറിനെ ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൊണോമോർച്ചാണെന്ന് ഞാൻ വിളിച്ചാൽ എന്താണ് പ്രശ്നം എന്നാണ് നമ്മുടെ മാറ്റ്സൂരി ചോദിക്കുന്നത്. പക്ഷേ കൊണോമറിനായിട്ട് അത് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുവാണ്. ഈ സമയത്ത് ഇതെല്ലാം കാണുന്ന ഈട നമ്മുടെ കാശും കോച്ചിട്ടൊക്കെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് റിയുവിൻ്റെ അടുത്ത് അവന്മാർ കുറച്ച് കുഴപ്പമില്ലാതെ പിടിച്ച് ഇപ്പോണെങ്കിൽ കൊണോമറിൻ്റെ ഇച്ചിരി പ്രശ്നമാണ്, അവൻ ഇച്ചിരി ഡേഞ്ചറിലാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവസാനം മാറ്റ്സൂരി ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നുണ്ട്. അതായത് കൊണോമറിനെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് അവൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവൾക്ക് ഈ ഫീലിങ്സ് വരത്തില്ലല്ലോ. അത് കഴിയുമ്പോൾ കാണിക്കുന്നത് നമ്മുടെ ജൂറേനെയാണ്. ജൂറക്ക് നന്നായിട്ട് തന്നെ അറിയാം ഈ ലവ് എന്ന് പറയുന്ന ഇമോഷൻ എന്ന് മൊത്തം ട്വിസ്റ്റഡ് ആണെന്ന്. അതുകൊണ്ട് തന്നെ അവർ എന്ത് വില കൊടുത്തും അതിനെ ഓവർകം ചെയ്യണമെന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്താട്ടെ റിയുവിനെ അവരെല്ലാവരും തപ്പി നിൽപ്പുണ്ട്. പക്ഷെ പെട്ടെന്ന് റിയോ അവിടേക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് കുറച്ചധികം ക്ലോഗ്രിംസിനെ അവിടേക്ക് അയക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മുടെ സേജ് മോഡ് യൂസ് ചെയ്ത് മാറ്റ്സൂരി അതിനൊക്കെ ഡിഫീറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ താഴത്തേക്ക് വന്ന് വീഴുന്നുണ്ട്. അവരായിട്ട് ബാക്കിയുള്ളവരെ അറ്റാക്ക് ചെയ്യാനും പോകും. പെട്ടെന്നായിരുന്നു നമ്മുടെ യോഡനെ അതിൻ്റെ അകത്തുള്ള ഒരു ക്ലോഗ്രീം അറ്റാക്ക് ചെയ്യുന്നത്. മറ്റു വഴിയൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ ആരായ പുള്ളിക്കൻ്റെ സോഡ് യൂസ് ചെയ്ത് അവൻ അങ്ങോട്ട് ഡിഫീറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ പെട്ടെന്ന് ആ ക്ലോഗ്രീമിൻ്റെ ശരീരത്തിൻ്റെ അകത്ത് അവൻ്റെ സോഡ് ട്രാപ്പായി പോകുവാണ്. ഈ സമയത്ത് റിയോ അവിടേക്ക് വന്ന് ആ ക്ലോഗ്രീമിനെ ആ ഒരു സോഡ് എടുത്ത് മറ്റൊരു ക്ലോഗ്രീമിൻ്റെ അകത്തേക്ക് എറിയുന്നുണ്ട്. അങ്ങനെ ആ ക്ലോഗ്രീം ആരയുടെ ആ ഒരു സാൻഡ് സീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സോഡ് അവിടുന്ന് പോയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇനി റിയുവിൻ്റെ സാൻഡിനെ, അത് റിയുവിൻ്റെ അയൺ സാൻഡിനെ ഡിഫെൻഡ് ചെയ്യാൻ അവർക്ക് മറ്റൊരു മാർഗ്ഗമേ ഇല്ല. കോണാമറിൻ്റെ അവസ്ഥയും കുറച്ചധികം ദാരുണമായിരുന്നു. അവൾ വീണ്ടും വീണ്ടും അവനെ മുറുക്കി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എന്ത് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ലായിരുന്നു. അവൾക്ക് അവസാനം ഒരു കാര്യം മനസ്സിലായി. അവളുടെ ഇൻസ്റ്റിങ്സ് പറയുന്നത് കോണാമർ അവൾക്ക് ഡേഞ്ചർ ആണെന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ എലിമിനേറ്റ് ചെയ്യാൻ അവൾ തീരുമാനിക്കുന്നുള്ളൂ. അവൻ്റെ ശരീരത്തായിട്ട് നന്നായിട്ട് വൂൺസും വരുന്നുണ്ടായിരുന്നു. കോണാമറിന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് റിയു പുള്ളിക്കാരൻ്റെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട്. പുള്ളിക്കാരൻ വീണ്ടും ഒഫൻസീവിലായിട്ട് മാറിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ നമ്മുടെ അരയനെയും അതേപോലെ സേജ് മോട്ടി മിറ്റ്സുക്കിനെയും പുള്ളിക്കാരൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതായത് അവരെയും പുള്ളിക്കാരൻ്റെ കൺട്രോളിലേക്ക് വീണ്ടും തിരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് സാർഥൻ്റെ അതേപോലെ യോഡയുടെ എതിരെ കൊണ്ട് നിർത്തുന്നുണ്ട്. റിയു അങ്ങനെ ഒരു ഓഫർ അങ്ങോട്ട് വെക്കുന്നുണ്ട്. ആ ഓഫർ ഇങ്ങനെയായിരുന്നു. അതായത് ബൊറൂട്ടിനെ പറ്റിയുള്ള ഇന്ത്യയിൽ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അവർ രണ്ടുപേരും ജീവനോടെ വെറുതെ വിടത്തുള്ളൂ. പക്ഷേ സാർഥൻ്റെ ഇത് ചെയ്യത്തില്ലെന്ന് പുള്ളിക്കാരിക്ക് നല്ല ഉറപ്പായിരുന്നു. അങ്ങനെ പുള്ളിക്കാരി മറ്റൊരു ഓഫർ റിയുവിനെ പറയുന്നുണ്ട്. ബൊറൂട്ടിനെ പറ്റിയുള്ള ഇന്ത്യയിൽ ഞങ്ങളുടെ ഇല്ല, പക്ഷേ എൻ്റെ കയ്യിൽ നല്ല ഡിക്റ്റേറ്റിംഗ് എബിലിറ്റീസ് ആണുള്ളത്. ഞാൻ നിന്നെ സഹായിക്കാം ബൊറൂട്ടിനെ കണ്ടുപിടിക്കാനുണ്ട്. അങ്ങനെ അവൾ തന്നെ അവളെ ഓഫർ ചെയ്യുവാണ്. ഈ സമയത്ത് കോണാമറിനെ മാറ്റ്സൂരി കൊല്ലുന്നതിനെ തൊട്ട് വക്കത്തെത്തിയിട്ടുണ്ട്. പക്ഷെ ആ സമയത്താണ് അത് സംഭവിച്ചത്. അതായത് മാറ്റ്സൂരി പതുക്കെ കരയാൻ തുടങ്ങി. ഇത് കാണുന്ന കൊണാമറിന് മനസ്സിലായി ഇതാണ് പറ്റിയ ചാൻസ് എന്ന്. എന്നിട്ട് പുള്ളിക്കാരൻ വീണ്ടും ആളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. അവസാനം പുള്ളിക്കാരി അവനെ ഫ്രീ ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ജൂറുടെയും കണ്ണുകൾ നിറയുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ഇത് നിൽക്കുന്ന എല്ലാവരുടെ ഇമോഷൻസ് കണക്റ്റഡ് ആണെന്നാണ് അർത്ഥം. അങ്ങനെ പതുക്കെ പുള്ളിക്കാരി എന്തൊക്കെ സംഭവിച്ച് പുള്ളിക്കാരി നമ്മുടെ കോണാമറിനെ വെറുതെ വിടാന്നുള്ള രീതിയിൽ അവനെ ഫ്രീ ചെയ്യുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് പറ്റിയ ടൈം അതാണെന്ന് മനസ്സിലാക്കിയ പുള്ളിക്കാരൻ പെട്ടെന്ന് റസംഗാൻ യൂസ് ചെയ്ത് അവളെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം മാറ്റ്സൂരി അവളെ ഡിഫീറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്.
പുള്ളിക്കാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാമല്ലായിരുന്നു. അപ്പോഴാണ് ജൂറ സംസാരിക്കാൻ തുടങ്ങിയത്. കണ്ടില്ലേ, സ്നേഹം നമ്മളെ എല്ലാവരും തോൽപ്പിക്കുന്നതായിരിക്കും മാട്സൂരി. ഇനി നീ വെയിറ്റ് ചെയ്യാൻ പാടില്ല. നീ അവനെ ഡിസ്ട്രോയ് ചെയ്യണം, നീ അവനെ ഡിവോഴ്സ് ചെയ്യണം. ഈ സമയത്ത് പുള്ളിക്കാരുടെ ദേഷ്യ കാരണം പുള്ളിക്കാരി വീണ്ടും റീജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ കോണാമറിനെതിരെ പുള്ളിക്കാരി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതേ സമയം നമ്മുടെ റിയോ ആട്ടെ യോടനെ അറ്റാക്ക് ചെയ്ത് കൊല്ലുന്നതിൻ്റെ വക്കത്താക്കിയിട്ടിരിക്കുകയാണ്. പുള്ളിക്കാരി താഴെ വീണ് നടക്കുന്നുണ്ട്. നമ്മുടെ സാരഥയുടെ പുള്ളിക്കാരുടെ അടുത്തേക്ക് പോകാൻ നേരത്ത് പുള്ളിക്കാരി സാരഥയ്ക്ക് ചോദിക്കുന്നുണ്ട്, സാരഥ നീ എന്തിനാണ് ഇതൊക്കെ മാറ്റി വെക്കുന്നത്? എനിക്കറിയാം നിൻ്റെ ഉള്ളിലെ ആ ശക്തി നീ പുറത്ത് കൊണ്ടുവരുന്നില്ലെന്ന്, പക്ഷേ എന്തിനു വേണ്ടിയാണ് നീ ഇത് മാറ്റി വെക്കുന്നത്? ചുരുക്കം പറഞ്ഞാൽ സാരഥയുടെ ഉള്ളിലുള്ള ആ ഒരു പവർ, മറ്റാർക്കും സെൻസ് ചെയ്യാൻ പറ്റാത്ത ആ ഒരു പവർ നമ്മുടെ യോടൊക്കെ കാണാൻ സാധിച്ചു. കാര്യം അവരുടെ അവസ്ഥ ഏകദേശം സിമിലർ ആണ്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ശരിയാണ്, ഇത് ഇവരെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ആദ്യം തന്നെ ഷാർഖാൻ അങ്ങോട്ട് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ അവരുടെ എല്ലാവരുടെ ശരീരത്തുള്ള ആ ഒരു സാൻഡ് പതുക്കെ പതുക്കെ പൊട്ടി പൊട്ടി പൊളിഞ്ഞു പോകുവാണ്. റിയോന് അവിടെ എന്താണ് സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നില്ലായിരുന്നു. ഈ സമയത്ത് മുകളിൽ എന്തോ ഒരു സാധനം, ഒരു വട്ടം പോലെ, അതിൻ്റെ അകത്തേക്കാണ് ഈ എല്ലാ സാൻഡും കൂടെ കയറി ചെല്ലുന്നത്. അങ്ങനെ നമ്മുടെ മിറ്റ്സൂരി ബാക്കിയുള്ള എല്ലാവരും ഫ്രീ ആയിട്ടുണ്ട്. ആ സമയത്താണ് പെട്ടെന്ന് നമ്മുടെ സാർ തന്നെ ശ്രദ്ധിക്കുന്നത്. പുള്ളിക്കാരുടെ കണ്ണിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അത് മങ്കേക്കു ഷർഖാനായിരുന്നു. അങ്ങനെ സാർ ഊച്ച് ചെയ്യാൻ പുള്ളിക്കാരുടെ മങ്കേക്കു ഷർഖാൻ അവിടേക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ റിയു അപകടം മനസ്സിലാക്കിയിട്ട് അവളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവൻ്റെ ഓരോ അറ്റാക്സും അവിടെയുള്ള ബ്ലാക്ക് സ്പിയറിലേക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. വീണ്ടും അവളെ ബാക്കിൽ നിന്ന് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ അറ്റാക്ക് മറ്റൊരു ബ്ലാക്ക് സ്പിയറിലേക്ക് പോകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ അവിടുത്തെ ബ്ലാക്ക് സ്പിയറിൻ്റെ എണ്ണം കൂടി വരുമായിരുന്നു. റിയും സാർദെ പതുക്കെ മുകളിലേക്ക് പൊങ്ങാൻ തുടങ്ങും. അവർ ഫ്ലോട്ട് ചെയ്യുമായിരുന്നു. അത് കഴിയാൻ നേരത്ത് റിയു പേടിച്ചിട്ട് പുള്ളിക്കാരനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കാര്യം പുള്ളിക്കാരൻ വളരെ ടെൻഷനായി, എന്താണ് സംഭവം മനസ്സിലാകുന്നില്ല. അത് മാത്രമല്ല റിയുവിൻ്റെ ശരീരം പതുക്കെ ഒരു സ്പിയറിലേക്ക് അടുക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് സാരഥ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിലെ ഈ ഒരു എബിലിറ്റി ഞാൻ ഇത്ര നാൾ റിജക്ട് ചെയ്യുമായിരുന്നു, പക്ഷേ ഇനി അങ്ങനെയല്ല. എൻ്റെ ഉള്ളിലുള്ള എൻ്റെ ചുറ്റിനുള്ള എല്ലാവരും രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അടുത്ത സെക്കൻഡ് തന്നെ പെട്ടെന്ന് റിയുവിൻ്റെ പുറകിൽ ഒരു വലിയൊരു ഗോളം പ്രത്യക്ഷപ്പെടും. ആ ഒരു ഗോളം അവനെ വലിച്ചു പിടിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ ഏറ്റവും പുതിയ എബിലിറ്റി, മങ്കേക്കു ഷർഖാൻ ഒഹിറുമി. ഈ ഒഹിറുമി എന്ന് പറയുന്നത് മങ്കേക്കു ഷർഖാൻ്റെ മറ്റൊരു എബിലിറ്റി പോലെയാണ്. അങ്ങനെ പതുക്കെ പുള്ളിക്കാരൻ്റെ ശരീരം പൊടിഞ്ഞ് ഇല്ലാണ്ടായി അവൻ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടാകുന്നുണ്ട്. അങ്ങനെ ബോധം പോയ നമ്മുടെ സാരഥ നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷേ പെട്ടെന്നായിരുന്നു നമ്മുടെ മിറ്റ്സുകി അവനെ പോയി രക്ഷിക്കുന്നത്. അവരുടെ കാര്യം സേഫ് ആണെങ്കിൽ നമ്മുടെ കോണാമറിൻ്റെ കാര്യം അത്ര സേഫ് അല്ലായിരുന്നു. അവസാനം ബൊറുട്ടോ തീരുമാനിക്കുന്നുണ്ട് ഞാൻ അവിടേക്ക് പോകുമെന്ന്. പക്ഷേ അതാട്ടെ നമ്മുടെ കോച്ച് സമ്മതിക്കുന്നില്ലായിരുന്നു. കാര്യം ബൊറുട്ടോ അവിടേക്ക് പോയി കഴിഞ്ഞാൽ മരിക്കുമെന്ന് 101% ഉറപ്പാണ്. അവസാനം കോണാമറിനെ പുള്ളിക്കാരി കൊല്ലുന്നതിൻ്റെ ആ ഒരു വക്കത്തെത്തിയ ആ ഒരു ടൈമിൽ പെട്ടെന്ന് ബൊറുട്ടോ അവിടേക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. എന്നിട്ട് അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജൂറായിട്ട് ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഷീക്കയുടെ ആ ഒരു ത്രോൺ സോൾ ബലവ് പുറത്തേക്ക് വന്നപ്പോൾ തന്നെ പെട്ടെന്ന് ജൂറ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ജൂറ നേരെ വന്ന് ആ ഒരു ത്രോൺ സോൾ ബൾബ് എടുത്തുകൊണ്ട് നേരെ തിരിച്ചു പോകുവാണ്. കോണ പറഞ്ഞ അവിടെ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാകുന്നത്. പക്ഷെ നമ്മുടെ ബൊറുട്ടോയിലാട്ടെ അത് വിവരിച്ചു കൊടുക്കാനുള്ള ടൈമില്ലായിരുന്നു. പെട്ടെന്ന് ജൂറ അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഒരു അറ്റാക്കും ചെയ്യുന്നുണ്ട്. പക്ഷേ ബൊറുട്ടോ കറക്റ്റ് സമയത്ത് അവനെ മറ്റൊരു സ്ഥലത്തേക്ക് സേഫ് ഉള്ള സ്ഥലത്തേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന മനസ്സിലാക്കിയ നമ്മുടെ കോണാമോറു പെട്ടെന്ന് നമ്മുടെ മാട്സൂരിയുടെ ആ ഒരു ത്രോൺ സോൾ ബൾബ് എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നുണ്ട്. ഈ സമയത്ത് ബൊറുട്ടോ ബാക്കിൽ കൂടെ വന്ന് നമ്മുടെ ജൂറനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ താഴത്തേക്ക് വീണപ്പോൾ തന്നെ ജൂറ ഒരു കൗണ്ടർ അറ്റാക്ക് ചെയ്തിരുന്നു. എന്നാൽ പുള്ളിക്കാരൻ്റെ ഏറ്റവും പവർ യൂസ് ചെയ്ത് പുള്ളിക്കാരനോട് നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് വന്ന് വീണ്ടും നമ്മുടെ ജൂറനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണ്. എവിടെയും കോച്ചിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് കോച്ച് പറയുന്നുണ്ട് അവരെല്ലാവരും ഇപ്പോൾ സേഫ് ആയിട്ടുണ്ടായിരിക്കും. പക്ഷേ ബൊറുട്ടോ അവൻ എന്തായാലും തീർന്നിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ 101% ഉറപ്പാണ് ബൊറുട്ടോ ഇവിടെ മരിക്കുമെന്ന്. കാര്യം പുള്ളിക്കാരൻ ഇതിനു മുമ്പ് വേണ്ട എല്ലാ ഫ്യൂച്ചറിലകത്തും ബൊറുട്ടോ മരിച്ചിട്ടുണ്ട്. അവരുടെ ഒരു ബാറ്റിൽ വീണ്ടും തുടങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബൊറുട്ടോക്കൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് തന്നെ പറയണം. ജൂറോയുടെ ഓരോ അറ്റാക്കും വളരെയധികം പവർഫുൾ ആയിരുന്നു. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ബൊറുട്ടോനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്കാരൻ താഴത്തേക്ക് വീഴുവാണ്. താഴത്തേക്ക് വീഴുന്ന അടുത്ത സെക്കൻഡ് തന്നെ അവൻ അങ്ങോട്ട് ട്രാപ്പും ചെയ്യുന്നുണ്ട്. ജൂറോട്ടെ അവിടെ കിടന്ന സാസ്കട ആ ഒരു സോൾ ഒടിക്കാൻ നോക്കിയിരുന്ന ബൊറുട്ടോ ഒരു കാര്യം പറയും ചെയ്യും, അതെൻ്റെ മാസ്റ്ററിൻ്റെ സോളാണ്, അത് തൊട്ടാൽ നീ ഉറപ്പായിട്ടും മരണം കണ്ടിരിക്കും. അങ്ങനെ ഒരു വഴിയില്ലെന്ന് മനസ്സിലാക്കിയ ബൊറുട്ടോ അവസാനം പുള്ളിക്കാരൻ്റെ ഏറ്റവും OP മൂവായുള്ള ഊസുയുക്കോ യൂസ് ചെയ്ത് അവിടേക്ക് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് ജൂറോയുടെ പുറകിൽ വന്ന് നിന്ന് ആ ഒരു പവർ അങ്ങോട്ട് യൂസ് ചെയ്യുവാണ്. അത് വളരെ വലിയൊരു അറ്റാക്ക് തന്നെയായിരുന്നു. അങ്ങനെ നേരെ തെറിച്ചു പോയ നമ്മുടെ ജൂറ എങ്ങനെയൊക്കെ നോക്കിയിട്ടും പുള്ളിക്കാരനെ നേരെ നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. എന്നാൽ അധികം വൈകാതെ തന്നെ ജൂറയ്ക്ക് ആ ഒരു കാര്യം മനസ്സിലായി. എന്നിട്ട് ആ ഒരു അറ്റാക്ക് പുള്ളിക്കാരൻ്റെ മേത്ത് തന്നെ പുള്ളിക്കാരൻ തിരിച്ചു ചെയ്യുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ജൂറ ബൊറുട്ടോയുടെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് അറ്റാക്കായിട്ടുള്ള ഊസുവിക്കനെ തിരിച്ച് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞു. അത് നള്ളിഫൈ ചെയ്തിട്ടുണ്ട്. കോണാമറായിട്ട് അവൻ്റെ ടീമിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാവരും സേഫ് ആളുടെ സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു. കോണാമറിന് ഉറപ്പായിരുന്നു ഇനി എന്തായാലും മറ്റു മാർഗ്ഗമൊന്നുമില്ല, ബൊറുട്ടോനെ വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ബൊറുട്ടോ അവരുടെ ഫൈറ്റ് അവിടെ തുടങ്ങുകയാണ്. ബൊറുട്ടോ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും
ജൂറയുടെ പവറിൽ നിന്ന് അവന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അവൻ എവിടെ പോയാലും ജൂറ പുറകെ വരുന്ന അവന് വീണ്ടും വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അത് മാത്രമല്ല ബൊറുട്ടോയ്ക്ക് അവിടെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു. ജൂറയുടെ ഓരോ അറ്റാക്സും ബൊറുട്ടോയുടെ മേത്ത് അത്രത്തോളം പ്രഷറാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം പുള്ളിക്കാരൻ നേരെ നിൽക്കാൻ പറ്റാതെ നേരെ താഴത്തേക്ക് വീഴുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് കാശും കൊച്ചിക്ക് എന്തൊരു പ്രശ്നം പറ്റുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരൻ പറയുന്നുണ്ട് എനിക്ക് മറ്റെന്തോ ഒരു അപ്ഡേറ്റ് കിട്ടുന്നുണ്ട്. അങ്ങനെ പുള്ളിക്കാരൻ വീണ്ടും ആ ഒരു പ്രീ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് വരുവാണ്. അതാണ് അവിടെ കാണുന്നത് മറ്റൊരു ഫീച്ചറാണ്. അതുമാത്രമല്ല അവൻ ഇതുവരെ കാണാത്ത പുതിയൊരു ഫ്യൂച്ചർ ആയിരുന്നു. പ്രീ സയൻസ് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ബൊറുട്ടോയ്ക്ക് ഇനിയും ജീവനാണെന്ന് മനസ്സിലാക്കിയ ജൂറ നേരെ മുകളിലേക്ക് ഉയരുന്നുണ്ട്. എന്നിട്ട് അവസാനത്തെ ഒരു അറ്റാക്ക് യൂസ് ചെയ്ത് അവനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാന്ന് പറയുന്ന അടുത്ത സെക്കൻഡിലാണ് അവൻ്റെ കണ്ണിലേക്ക് ഒരു സാധനം തറച്ചു കയറുന്നത്. അത് മറ്റാരുമില്ലായിരുന്നു, നമ്മുടെ കവാക്കി ആയിരുന്നു. കവാക്കി അങ്ങനെ നമ്മുടെ ജൂറയുടെ തലയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. ചുരുക്കം പറഞ്ഞ തലയുടെ മുകളിൽ. കാശും കോശി ഇതുവരെ കാണാത്ത ഒരു ന്യൂ പോസിബിലിറ്റിയാണ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. അതായത് കവാക്കിയുടെ ഇൻഫ്ലുവൻസോടുകൂടി ഫ്യൂച്ചർ വീണ്ടും മാറിയിട്ടുണ്ട്. അങ്ങനെ കവാക്കി നമ്മുടെ ജൂറനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ കയ്യിലുള്ള ആ റോഡ്സ് കൊണ്ട് നിരവധി അറ്റാക്ക് ചെയ്ത് അവസാനം നമ്മുടെ ജൂറനെ ഒരു അവസ്ഥയിലേക്ക് മാറ്റുന്നുണ്ട്. ഈ സമയത്തെ കവാക്കി പെട്ടെന്ന് പോയി നമ്മുടെ ബൊറുട്ടോനെ രക്ഷിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ബ്രദർ ഇനിയെങ്കിലും എഴുന്നേക്കുന്നുണ്ട്, ഇവനെ ഡിഫീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നീ ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ കർമ്മ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് എത്ര പെട്ടെന്ന് എഴുന്നേക്കാൻ നോക്കുക. അവസാനം ബൊറുട്ടോ അത് പറയും ചെയ്യും, എന്നെ മൈൻഡ് ചെയ്യണ്ട, നീ അത് യൂസ് ചെയ്തോളം പറയും ചെയ്ത് അവസാനം നമ്മുടെ കവാക്കി പുള്ളിക്കാരൻ്റെ കർമ്മ ഫുൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്. ഗൈസ് ക്ഷമിക്കുക, നമുക്ക് കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു പെൻഡിങ്ങിൽ കടന്നുകൊണ്ട് മാത്രമാണ് ഈ 5 ചാപ്റ്റേഴ്സ് ഞാൻ ഇങ്ങനെ ഒരുമിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പോയത്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പോലും ഞാൻ എൻ്റെ അകത്ത് കളഞ്ഞിട്ടില്ല. അത് മാത്രമല്ല ഇനി ഇറങ്ങാൻ പോകുന്ന ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ അതാത് ദിവസം നിങ്ങൾ തന്നെ ക്ലീൻ ആയിട്ട് ആൻഡ് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് പഴയ പോലെ വീഡിയോ ഇടുന്നതായിരിക്കും.